ഫൈനലി വിസ കിട്ടി. ഈ ട്രാവൽ ഹിസ്റ്ററിന്റെ ഗുണങ്ങളെ എനിക്ക് എങ്ങനെ വിസ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണോ? അടങ്ങ് അടങ്ങ്. നിന്നോട് ഇന്റർവ്യൂ എങ്ങനെ എടുക്കാൻ പറഞ്ഞ? ഞാനാണ് ഈ വീഡിയോന്റെ ഡയറക്ടർ. ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. ഒന്നാണ് സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് എടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റ്സ് അവിടെ സൈഡിൽ പേപ്പർ എഴുതി വെച്ചിട്ടില്ലേ? അതുപോലെ ചെയ്യും. പറയാതെ പേപ്പർ നോക്കി ഒന്ന് പറ, പക്ഷെ ഇന്റർവ്യൂ ഒന്ന് ശരിയാക്കടേ. അപ്പോ വീഡിയോന്റെ ഇൻട്രോ ആണ്. അപ്പം എനിക്ക് വിസ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് നല്ല ട്രാവൽ ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണ്. അപ്പം എങ്ങനെ നല്ലൊരു ട്രാവൽ ഹിസ്റ്ററി നമ്മളെ അഡ്വാൻറ്റേജ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. പോരെ, ഇന്റർനെറ്റ് പോരെ? ഇനി ഞാൻ വീഡിയോയിലേക്ക് പോകാലോ. ഓക്കെ ഇനി വീഡിയോ ഇനി 3, 2, 1 ആക്ഷൻ എന്ന് പറയും. ഒറ്റ സെച്ചില് പറയാനുള്ള റീസൺസ് മൊത്തം പറഞ്ഞോളാം. ഓക്കെ. സോ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് യു ഫോളോ ഇമിഗ്രേഷൻ റൂൾസ്. അതായത് നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ രാജ്യത്തേക്ക് എൻ്റർ ചെയ്യുകയും നമ്മളെ വിസ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ രാജ്യത്തിൽ നിന്ന് എക്സിറ്റ് ആയി വേറെ രാജ്യത്തേക്കോ അല്ലെങ്കിൽ നമ്മളെ ഹോം കൺട്രിയിലേക്കോ തിരിച്ചെത്തി എന്നുള്ളത് വിസ പുതിയ രാജ്യത്തേക്ക് പോകുമ്പോൾ വിസ എടുക്കുന്ന ഓഫീസേഴ്സിനും നമ്മളെ ഇമിഗ്രേഷൻ ചെയ്യുന്ന ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് മനസ്സിലാവും. ഇനി അടുത്തത് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റബിലിറ്റി. അതായത് നമ്മൾ ഇമിഗ്രേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തു, വിസയ്ക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തു എന്ന് അവർക്കൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ആവും. കാരണം നമുക്കറിയാം നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിക്കും. നമ്മുടെ പാസ്പോർട്ട് നമ്മൾ ഏത് രാജ്യത്ത് നമ്മൾ എൻ്റർ ചെയ്താലും സ്റ്റാമ്പ് അടിച്ചിരിക്കും. ആ രാജ്യത്ത് എക്സിറ്റ് ചെയ്യുമ്പോൾ വിത്ത് ഡേറ്റോടെയാണ് ചെയ്തത്. അപ്പം അത് വെച്ച് അവർക്ക് മനസ്സിലാവും നമ്മൾ വിസ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ ആ രാജ്യത്ത് നിന്ന് എക്സിറ്റ് ആയതെന്നും ആ രാജ്യത്ത് എന്താ പറയാ ഇമിഗ്രേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലാവും. ഇനി അടുത്തത് റെഡ്യൂസ് ഓവർ സ്റ്റേ കൺസേൺ. അതായത് നമുക്ക് വിസ കിട്ടി അത് പല ആളുകളും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമുക്ക് വിസ കിട്ടാൻ എപ്പോഴും പാടായിട്ടുള്ളത് പല രാജ്യത്തേക്ക് പോകാൻ. ഈവൻ ദോ നമ്മുടെ ഇന്ത്യ ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് റിലേഷൻ ഉള്ള പല രാജ്യങ്ങളും. ഓക്കെ. അപ്പം നമ്മളെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ട്രാവൽ ഹിസ്റ്ററി, അതായത് ഇപ്പം നിങ്ങൾക്ക് 30 ദിവസത്തെ വിസ കിട്ടി എന്ന് വിചാരിച്ചാൽ ആ 30 ദിവസത്തെ നിങ്ങൾ 15 ദിവസം ആ രാജ്യത്ത് നിന്നു. അതിനുശേഷം 16-ാം ദിവസം നിങ്ങൾ ആ രാജ്യത്ത് നിന്ന് മാറി. അതായത് നിങ്ങളുടെ വിസ തീരുന്നതിന്റെ 14 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ ആ രാജ്യത്ത് നിന്ന് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഹോം കൺട്രിയിലേക്ക് വന്നു. അപ്പൊ അവിടെ നമ്മൾ ഓവർസ്റ്റേ നമ്മൾ ആ രാജ്യത്ത് ഓവർസ്റ്റേ ചെയ്തിട്ടില്ലെന്ന് ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനും വിസ തരുന്ന ഓഫീസേഴ്സിനും മനസ്സിലാവും. അടുത്തത് സപ്പോർട്ട് ജനുവൽ ട്രാവൽ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മളിപ്പം ഏത് പാസ്പോർട്ടിൽ നമ്മൾ ഏത് രാജ്യത്തേക്ക് പോയാലും നമുക്ക് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിച്ചു തരും അല്ലെ. ഈ രാജ്യത്തിനുള്ള എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചു തരും, ആ രാജ്യത്തെ അറൈവൽ സ്റ്റാമ്പ് അടിച്ചു തരും. സോ അങ്ങനെ വരുമ്പോ എന്താ പറയാനുള്ളത് മറന്നുപോയി. അപ്പൊ ആ രാജ്യത്ത് ഉള്ള അപ്പം അതിനുശേഷം നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി വിസ എടുക്കുമ്പോൾ നമ്മളെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്ന ഇമിഗ്രേഷൻ ഓഫീസറും പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്ന വിസ ഓഫീസറും നമ്മളെ ഇമിഗ്രേഷൻ ചെയ്യുന്ന ഓഫീസേഴ്സും നോക്കുമ്പോൾ നമ്മൾ ആ ഒരു രാജ്യത്ത് നമ്മൾ ജെന്യുവൻ ആയിട്ടാണ് പോയത്. ആ രാജ്യം നമുക്കിപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് വിസയാണ് പോയത്, നമ്മൾ ടൂറിസ്റ്റ് പർപ്പസിനാണ് നമ്മൾ ആ രാജ്യത്തേക്ക് പോയത് എന്നല്ല, ഒരു ജെന്യുവൽ ആയിട്ടുള്ള ഒരു ട്രാവൽ നമുക്ക് കൺസേൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു രാജ്യത്ത് പോയ ആ രാജ്യത്ത് നിന്ന് നമ്മൾ വിസ കാലാവധിക്ക് മുമ്പ് തന്നെ വേറെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്നവർക്ക് മനസ്സിലാവും. ഇനി അടുത്തത് ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. അതായത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. കാരണം
നമ്മളൊരു മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്, അതായത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടുക എന്ന് പറയുന്നത് ഇതാണ്. അഥവാ വിസ കിട്ടിയാൽ തന്നെ നമുക്ക് ആ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് വരാൻ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പം എന്താ നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര രാജ്യങ്ങളിൽ പോയ ട്രാവൽ ഹിസ്റ്ററി നമുക്ക് പുതിയൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴും ആ രാജ്യത്ത് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതനുസരിച്ച് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് ക്യാൻ സ്റ്റെൻഡ് ഫ്യൂച്ചർ വിസ ആപ്ലിക്കേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ UK വിസ US വിസ ഉണ്ടെങ്കിൽ നിങ്ങൾ പല രാജ്യത്തും വിസ ഓൺ അറൈവലും പല രാജ്യത്ത് ആ വിസ വെച്ച് തന്നെ വിസ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സെങ്കായിൻ വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നോൺ സെങ്കായിൻ ഏരിയസിൽ നിങ്ങൾക്ക് വിസ എടുക്കാൻ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് UK വിസ ഉണ്ട്, ആ UK വിസ വെച്ച് നിങ്ങൾ US വിസയ്ക്ക് അപേക്ഷിക്കുക, അല്ലെങ്കിൽ US വിസ വെച്ച് തന്നെ നിങ്ങൾ കാനഡ വിസയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ US വിസ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ റാങ്ക് കുറച്ചും കൂടി ഹൈ പൊസിഷനിലേക്ക് പോകും. അപ്പം ആ ഒരു വിസ ഉള്ളത്, അപ്പൊ നമ്മുടെ US വിസ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് US വിസ ഇല്ലാണ്ട് അപേക്ഷിച്ച പല വിസയും US വിസ ഇല്ലാണ്ട് അപേക്ഷിച്ച പല വിസയും നമുക്ക് എന്താ റിജക്റ്റ് ആവാണ്ട് അത് അപ്രൂവൽ ആവാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി അടുത്തത് എന്താ പറയുക, ഡെമോൺസ്ട്രേറ്റ് ഇന്റർനാഷണൽ ട്രാവൽ എക്സ്പീരിയൻസ്. അതായത് നമ്മളുടെ കയ്യിൽ ട്രാവൽ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇന്റർനാഷണലിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇന്റർനാഷണൽ ട്രാവലിനുള്ള എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വേറൊരു പുതിയ രാജ്യത്തേക്ക് പോയാലും ഓൾമോസ്റ്റ് ആ സെയിം ഇന്റർനാഷണൽ ട്രാവൽ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലഭിക്കും. അടുത്തത് മേ ഇൻഡിക്കേറ്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതായത് പല രാജ്യത്തെ, കാരണം വിസ റിജക്റ്റ് ആവാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. ആൻഡ് നമുക്ക് നല്ലൊരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് നമ്മൾ പോകുന്ന രാജ്യത്തിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യത്ത് നമ്മൾ പോയി തിരിച്ച് നമ്മളെ ഹോം കൺട്രിയിൽ എത്തിയെന്ന ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനും വിസ തന്ന ഓഫീസേഴ്സിനും വ്യക്തമായാൽ അത് നമുക്ക് ആ ഒരു വിസ അപ്രൂവൽ ആവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ നമ്മളുടെ ഫിനാൻസ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ യൂറോപ്പിൽ പോയി യൂറോപ്പ് ഒരു കുറച്ച് മാസം, യൂറോപ്പ് ഒരു മാസം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നാട്ടിൽ വന്നു. അതായത് യൂറോപ്പിനെക്കാളും ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യത്തേക്ക് പോകാൻ നമ്മൾ വിസ അപേക്ഷിക്കുകയാണെങ്കിൽ അവർ നമ്മളെ പാസ്പോർട്ട് നോക്കുമ്പോൾ ആ രാജ്യത്തെക്കാളും കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണ്ട രാജ്യമാണ് യൂറോപ്പ്, കോണ്ടിനെന്റ് ആണ് യൂറോപ്പ്. ആ ഒരു രാജ്യത്ത് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ ആ രാജ്യത്തെക്കാളും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവല്ല. അതായത് ഓരോ രാജ്യത്തിനും വേണ്ട മിനിമം റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അത് നമ്മളെ ട്രാവൽ ഹിസ്റ്ററി സഹായിക്കും. അടുത്തത് മേക്സ് മൾട്ടിപ്പിൾ കൺട്രി ടിപ്സ് മോർ ക്രെഡിറ്റബിൾ. അതായത് നമുക്ക് ഒരു രാജ്യത്തേക്കുള്ള നല്ല ട്രാവൽ ഹിസ്റ്ററി ഉണ്ട്, നമ്മളിപ്പോൾ ഒരു രാജ്യത്തേക്ക് പോയി, ആ രാജ്യത്തിന് ബാക്കി എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു രാജ്യത്തിന്റെ, അതായത് ഇപ്പം അല്ലേ, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് എന്താ പറയുക, ലോകത്തുള്ള എല്ലാ രാജ്യത്തും പോകാൻ പറ്റും അല്ലെ. കാരണം നമ്മൾ ഇന്ത്യ എല്ലാ രാജ്യവുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ കീപ്പ് ചെയ്യുകയാണ്, പല രാജ്യങ്ങളായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മൾട്ടി കൺട്രി ടിപ്സിന് ട്രിപ്പിന് അത് യൂസ്ഫുൾ ആവും. അടുത്ത ഫൈനൽ റീസൺ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇമിഗ്രേഷൻ റിസ്ക് അസസ്മെന്റ്. അതായത് നമുക്ക് ഒരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഇമിഗ്രേഷനിൽ നേരിടാൻ പോകുന്ന റിസ്കുകളെല്ലാം കുറയും. കാരണം നമ്മൾ മെയിനായിട്ട് ഇമിഗ്രേഷൻ ഓഫീസർ നോക്കുന്നത് നമ്മൾ ആ രാജ്യത്ത് വന്നാൽ നമ്മൾ ആ പറയുന്ന ടൈം പീരീഡിനുള്ളിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ എത്തുമോ എന്ന് ഉള്ളതാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് ഇമിഗ്രേഷൻ ഓഫീസർ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ടാവുന്ന റിസ്ക്കും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇനി ഏതൊരു കാര്യം എടുത്താലും അഡ്വാൻറ്റേജസ് കാണും, ഡിസ്അഡ്വാൻറ്റേജസ് കാണും. ഞാൻ ഇങ്ങനെ പറയുള്ളൂ. അപ്പം എന്താണ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ നോ പ്രീവിയസ് ട്രാവലർ റെക്കോർഡ്. അതായത് ഞാൻ ഒരു ഫ്രഷർ ട്രാവലർ ആണ്, അതായത്
ഫ്രഷർ ഇന്റർനാഷണൽ ട്രാവലർ ആണ്. അതായത് എനിക്ക് പാസ്പോർട്ട് ഉണ്ട്. എന്റെ പാസ്പോർട്ടിൽ വിസ ഉണ്ട്. പക്ഷെ എന്താ പറയുക, പാസ്പോർട്ടിൽ വിസ ഇല്ല. പാസ്പോർട്ട് വേറെ രാജ്യത്ത് പോകാൻ സ്റ്റാമ്പും ഇല്ല. അപ്പം ഞാൻ ഒരു ഫ്രഷറാണ്. അതായത് ഞാൻ ആ പുതിയൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ ആ പുതിയ രാജ്യത്തേക്ക് പോകാനുള്ള വിസ ഞാൻ അപേക്ഷിച്ചത്, എന്റെ ആ വിസ അപേക്ഷിച്ച കൺട്രി വിൽ ബി മൈ ഫസ്റ്റ് ഇന്റർനാഷണൽ കൺട്രി, അല്ലെ? ഇന്ത്യ അല്ലാണ്ട് പിന്നെ ഉള്ള രണ്ടാമത്തെ, ഇന്ത്യയും കൂടെ ചേർത്ത് എന്റെ രണ്ടാമത്തെ രാജ്യമായിരിക്കും അത്. അപ്പം എന്റെ പാസ്പോർട്ടിൽ എന്താ പറയാ, മുമ്പ് സ്റ്റാമ്പ് ചെയ്ത വിസയോ മുമ്പ് യാത്ര ചെയ്ത ട്രാവൽ ഹിസ്റ്ററിയോ കാണത്തില്ല. അപ്പം ആസ് എ ഫ്രഷ് ഇന്റർനാഷണൽ ട്രാവലർ എനിക്ക് എന്താ പറയാ, വിസ കിട്ടാൻ, വിസ അപ്രൂവൽ ആവാനും വിസ റിജക്റ്റ് ആവാനും വിസ അപ്രൂവൽ ആവാനുള്ള ചാൻസ് കുറവാണ്. ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് ഞാൻ ആ പോകുന്ന രാജ്യത്തിന് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങാനും കുറച്ച് പാടായിരിക്കും. എന്താ പറയാ, വിസ ഈസ് വൺ ഓഫ് ദ ഫാക്ടർ ഓൺലി. ഇത് വിസ അല്ലാണ്ട് ഇഷ്ടം പോലെ ഫാക്ടേഴ്സ് ഇതിന്റെ പിന്നിലുണ്ട്. അടുത്തത് ഗ്രേറ്റ് റിലവൻസ് ഓൺ അതർ ഡോക്യുമെന്റ്സ്. അതായത് എല്ലാം രാജ്യത്തിന്റെ എംബസികൾ നമ്മളുടെ ട്രാവൽ ഹിസ്റ്ററി നോക്കണം എന്നില്ല. നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്ത വേറെ ഡോക്യുമെന്റ്സ് ആയിരിക്കും അവർ നോക്കുക. അതായത് ട്രാവൽ ഹിസ്റ്ററി അവർ ഇമ്പോർട്ടൻസ് കൊടുത്താലും അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ കൊടുത്ത ബാക്കിയുള്ള ഡോക്യുമെന്റ്സിനാണ്. അടുത്തത് മോർ ഡീറ്റെയിൽഡ് വെരിഫിക്കേഷൻ. അതായത് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ ഈസ് നല്ലതാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് നമുക്ക് എല്ലാ രാജ്യത്തും യാത്ര ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് നമ്മൾ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്തു. ആ രാജ്യത്ത് നമ്മൾ അത്യാവശ്യം ട്രാവൽ എല്ലാം ചെയ്ത് തിരിച്ച് നമ്മൾ ഹോം കൺട്രി വന്നു. നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് പോകാം, വിസയ്ക്ക് അപേക്ഷ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ രാജ്യത്ത് നമ്മൾ കയറി ഇമിഗ്രേഷൻ ഓഫീസർ നമ്മളെ പാസ്പോർട്ട് നോക്കി പറയുകയാണ്, ആ ഒരു രാജ്യം നമ്മളിപ്പം പുതിയതായിട്ട് ആ ഒരു മുമ്പ് പോയ രാജ്യത്ത് ആ രാജ്യവും നമ്മൾ ഇനി പോകാൻ പോകുന്ന രാജ്യങ്ങൾ തമ്മിൽ എന്താ പറയുക, നല്ല ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് വെരിഫിക്കേഷൻ നടത്തും. അടുത്തത് ഹാർഡർ ടു ഡെമോൺസ്ട്രേറ്റ് പാസ്റ്റ് കൺട്രി. അതായത് നമ്മൾ ആ രാജ്യത്ത് പോയി എന്ന് ഉറപ്പ്, ആ രാജ്യത്ത് എൻട്രി ചെയ്തു, ആ രാജ്യത്ത് എക്സിറ്റ് ചെയ്തു എന്നുള്ള തെളിവ് മാത്രമേ നമ്മുടെ പാസ്പോർട്ടിൽ കാണത്തുള്ളൂ. നമ്മൾ ആ രാജ്യത്ത് പോയി എന്ത് ചെയ്തു, നമ്മൾ ആ രാജ്യത്ത് എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പാസ്പോർട്ട് നോക്കി. ചില രാജ്യങ്ങൾ നമ്മളെ പാസ്പോർട്ട് നമ്പർ നോട്ട് ചെയ്ത് വെക്കും, പക്ഷെ ആ ടെക്നോളജി എല്ലാം രാജ്യത്തും അഡ്വാൻസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിസയ്ക്ക് ട്രാവൽ ഹിസ്റ്ററി ഈസ് വൺ ഓഫ് ദ സച്ച് ഡോക്യുമെന്റ്. നമ്മൾ ആ രാജ്യത്ത് പോയ നമ്മൾ എന്ത് ചെയ്തു എന്ന് തെളിയിക്കാനുള്ള വേറെ ഡോക്യുമെന്റ്സ് ഒന്നും ട്രാവൽ ഹിസ്റ്ററി വെച്ച് നമുക്ക് പോകാൻ പറ്റില്ല. അടുത്തത് സർട്ടൻ ആപ്ലിക്കേറ്റ്സ് മേ ബെനിഫിറ്റ് ഫ്രം ടൂർ ട്രാവൽ. അതായത് പല ആപ്ലിക്കൻസും അതായത് ഇപ്പം ഒരു രാജ്യത്തേക്ക് പോകാൻ 15 പേരുണ്ടെങ്കിൽ ആ 15 പേരിൽ 10 പേർക്കും നല്ല രീതിയിൽ ട്രാവൽ ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ അവർക്ക് വിസ അപ്രൂവൽ ആയെങ്കിൽ ബാക്കി 5 പേർക്ക് ട്രാവൽ ഹിസ്റ്ററി ഇല്ല, അവർ ഫസ്റ്റ് ടൈം ആണ് ഇന്റർനാഷണൽ പോകുന്നത് എന്ന് ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ള 5 പേർക്ക് വിസ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ഓർക്കുക, ട്രാവൽ ഹിസ്റ്ററി എന്ന് പറയാൻ നമുക്ക് വിസ റിജക്റ്റ് ആവാൻ കേസ് കുറയ്ക്കാനും ഇമിഗ്രേഷനും ക്ലിയർ ചെയ്യാൻ സഹായിക്കും. അതായത് ഒരു ലിമിറ്റ് വരെ നമ്മൾ സഹായിക്കത്തുള്ളൂ. കാരണം വിസ ആയാലും ഇമിഗ്രേഷൻ ആയാലും നമുക്ക് വിസ അല്ലാണ്ട് വേറെ പല ഡോക്യുമെന്റ്സും നമുക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം.